ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എവർക്കും വീണ്ടും വരുമെന്ന് അരുളിച്ചത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശുമരണം സ്വീകരിച്ച് 3-ാം ദിവസം വരുത്തുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് സ്നേഹത്തിൻ്റെ തൂവൽ സ്പർശം. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. കോളേജ് വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനം. അതിൻ്റെ ഇടവേള സമയത്ത് കുറെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് സംസാരിക്കുകയായിരുന്നു. മാതാപിതാക്കൾ എത്രമാത്രം സ്വാധീനം അവരിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുത്തിയെന്നവർ വെളിപ്പെടുത്തി. അത്തരം സംഭാഷണങ്ങൾ ഇന്ന് അപൂർവമായിട്ട് ഉണ്ടാവുകയുള്ളൂ. കാരണം മാതാപിതാക്കളും മക്കളും തമ്മിൽ വിടവ് ഇന്ന് അത്ര വലുതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഡേവിഡ് എന്ന വിദ്യാർത്ഥിയുടെ സാക്ഷ്യം ശ്രദ്ധിക്കുക. ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കാരനാകാൻ വളരെ കമ്പമായിരുന്നു. പക്ഷേ എൻ്റെ ശാരീരിക വളർച്ചയും വലിപ്പവും അതിന് യോജിച്ചതായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആശ അടക്കി. എന്നാൽ ഫുട്ബോൾ ടീമിനോടുകൂടി മാർച്ച് ചെയ്യാൻ പോകുന്ന ബാൻഡ് സെറ്റിൻ്റെ അംഗമാകാൻ കഴിഞ്ഞു. കുഴൽ ഊതുന്ന ജോലിയായിരുന്നു എൻ്റേത്. ഞാൻ ബാൻഡ് സെറ്റിൽ കുഴൽ ഊതുന്ന ദിവസങ്ങളിലെല്ലാം എൻ്റെ മാതാപിതാക്കൾ ഫുട്ബോൾ കളി കാണാനെത്തും. എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിരുന്നു അവർ എത്തിയിരുന്നത്. എന്നാൽ ഒരു ദുഃഖസത്യമുള്ളത്, അവർ ഇരുവരും ജന്മന ബധിരരായിരുന്നു എന്നതാണ്. ബാൻഡിൻ്റെ സംഗീതമൊന്നും അവർക്ക് കേൾക്കാമായിരുന്നില്ല. അവരുടെ സാന്നിധ്യം എനിക്ക് ധൈര്യവും പ്രോത്സാഹനവും നൽകുമെന്നറിഞ്ഞ് അവർ എത്തുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. കേട്ടിരുന്ന കൂട്ടുകാർക്ക് അത് ഹൃദയസ്പർശിയായ സാക്ഷ്യമായിരുന്നു. ഫുട്ബോൾ കളിക്കാൻ തക്ക ആരോഗ്യമില്ലാത്ത മകന് ബാൻഡ് സെറ്റിൽ നന്നായി പ്രവർത്തിക്കാൻ തക്ക പ്രോത്സാഹനം നൽകുകയായിരുന്നു ബധിരരായ ആ മാതാപിതാക്കൾ. ഇന്നും വിദ്യാലയ വാർഷികങ്ങളിലും കലാപരിപാടികളിലും മാതാപിതാക്കളുടെ സാന്നിധ്യം കൊതിക്കുന്ന കുട്ടികൾ ഏറെയുണ്ട്. ആ സാന്നിധ്യം അവർക്ക് ഏറ്റവും വിലപ്പെട്ടതായി അവർ കരുതുന്നു. പക്ഷേ തിരക്കാർന്ന ജോലികളുള്ള മാതാപിതാക്കൾ ആ കുട്ടികളെ നിരാശപ്പെടുത്തുന്നു. അവർ തമ്മിലുള്ള വിടവ് വർദ്ധിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ട അനുഭവത്തിൽ കഴിയുന്ന ചില ഹതഭാഗ്യരുണ്ട്. ഭക്ഷണത്തിനും വസ്ത്രത്തിനും മറ്റാവശ്യങ്ങൾക്കും കുറവ് വരുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിനായി അവർ ദാഹിക്കുന്നു. മക്കളോ കൊച്ചുമക്കളോ മറ്റു പ്രിയപ്പെട്ടവരോ തിരിഞ്ഞു നോക്കാനില്ലെങ്കിൽ അവരുടെ വാർദ്ധക്യം കയ്പും നിരാശയും നിറഞ്ഞതായി തീരുന്നു. സ്നേഹത്തിൻ്റെ തൂവൽ സ്പർശവുമായി പ്രിയപ്പെട്ടവർ കടന്നെത്തേണ്ടതല്ലേ? രോഗാവസ്ഥയിൽ ഏറ്റവും ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്ദർശനമാണ്. ഒരു സ്നേഹിതൻ അടിയന്തരമായി ഫോൺ ചെയ്തു. അയാളുടെ പിതാവ് കാൻസർ രോഗം ബാധിച്ച് ആസന്ന നിലയിലാണ്. കടന്നു ചെന്ന് അല്പസമയം കുറെ ചെലവിടുമോ എന്നാണ് ചോദിച്ചത്. വിദഗ്ധോപദേശങ്ങളോ കൗൺസിലിങ്ങോ ഒന്നുമല്ല ആ സ്നേഹിതൻ ആഗ്രഹിച്ചത്. സ്നേഹിക്കുന്ന ഹൃദയവികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സുഹൃത്തിൻ്റെ സാന്നിധ്യം അല്പം ലഭിക്കുക. അത് ആശ്വാസവും ധൈര്യവും നൽകുന്നതായിരുന്നു. യേശുക്രിസ്തു ഉപമാരൂപത്തിൽ പറയുന്നത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു എന്നാണ്. ആത്മാർത്ഥ സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടിയുള്ള സാന്നിധ്യമാണ് ഇവിടെ ആനന്ദനീയമായി ചൂണ്ടിക്കാണിക്കുന്നത്. ആ സത്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർ ഇന്നും സമൂഹത്തിൽ ചുരുക്കമാണ്. ജോലിത്തിരക്കാണ് അതിന് ഉപശാന്തിയായി പറയുന്നത് എന്നും നമുക്ക് ഏവർക്കും അറിയാം. വിരഹാർത്തരായി കഴിയുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. നീറുന്ന ഹൃദയങ്ങളുമായി ആശ്വാസത്തിന്റെ പ്രകാശത്തിനു വേണ്ടി അവർ ദാഹിച്ചു കഴിയുന്നു. സാങ്കേതികമായി വൈദഗ്ധ്യമാർന്ന കൗൺസിലുകളൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. സഹതപിക്കുന്ന സ്നേഹിക്കുന്ന ഹൃദയങ്ങളോടുള്ള നമ്മുടെ സാന്നിധ്യമാണ് അവർ വിലമതിക്കുന്നത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമമാകുന്നു വിലാപഭവനത്തിൽ പോകുന്നത് എന്നാണ് ജ്ഞാനവാക്യം. ഹൃദയ ഭാവങ്ങളെയും ആവശ്യങ്ങളെയും നന്നായി അറിഞ്ഞിരുന്ന സെന്റ് പോൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ അന്യോന്യം
ധൈര്യപ്പെടുകയും ബലപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. കർത്താവ് നമ്മെ പഠിപ്പിച്ചതായ ആ വേദഭാഗ്യം, അതായത് പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ എന്നാണ്. നമുക്ക് അങ്ങനെ ഉള്ള ആ സ്നേഹത്തിൽ വസിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. അങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിലെ സുഖം അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. സഹോദരൻ സഹോദരനെ സ്നേഹിക്കണം. കുഞ്ഞുങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരായിരിക്കണം. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും അകമൊഴിഞ്ഞ് സ്നേഹിക്കുന്നുവെങ്കിൽ ആ കുടുംബത്തിൽ കലഹമുണ്ടാകുകയില്ല. ഒരു മാതൃകാ ക്രിസ്തീയ കുടുംബം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു തൂവൽ ആ ഭവനത്തിൽ ഉണ്ട് എങ്കിൽ അതിന് ഒരു വലിയ അനുഗ്രഹമായിരിക്കും ആ ഭവനത്തിൽ ലഭിക്കുന്നത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.